നമ്പർ 16 നമ്പർ 16 16 നമ്പർ 16 നമ്പർ 31 നമ്പർ 31 നമ്പർ 31 31 പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലെ പെരുമ്പഴശ്ശിയിലാണ്. പെരുമ്പഴശ്ശിയിൽ ഇവിടുത്തെ കളിയാട്ടം ഇന്ന് തീരാൻ പോകുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തിപ്പെട്ടത്. എന്തായാലും കുറച്ച് വീഡിയോസ് ഇവിടുന്ന് എടുക്കാനുണ്ട്. കാരണം ഇവിടെ തേങ്ങേറ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പരിപാടിയുണ്ട്. ആ ഒരു പരിപാടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. അതെല്ലാവർക്കും ഒന്ന് കാണണം. അതുപോലെ തന്നെ ഇവിടെ പെരുമ്പഴശ്ശി അച്ഛൻ എന്ന് പറഞ്ഞ തെയ്യവും അതുപോലെ ഗുളികൻ പിന്നെ ഉച്ചിപ്പ അങ്ങനെ 3 തെയ്യമാണ് ഉണ്ടായത്. ഇന്നലെ തുടങ്ങിയിട്ട് ഇന്ന് വൈകിട്ടാകുമ്പോഴേക്ക് അവസാനിക്കുന്നതാണ്. ഇതാണ് 3 തെയ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏകദേശം ഇന്നിപ്പം വൈകിട്ടോടുകൂടി അവസാനിക്കും. ഇപ്പം ഒരു 3 മണിയായിട്ടുണ്ട്. ഇപ്പം കൂടിക്കാഴ്ചയാണ്, ഈ 3 പേരുടെയും കൂടിക്കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തേങ്ങയേറ് കഴിയുന്നതിനോടുകൂടി ഏകദേശം ഇവിടുത്തെ കളിയാട്ടം സമാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈ കൂടിക്കാഴ്ചേൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എടുക്കാൻ പറ്റില്ല. എന്തായാലും എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടത്തേക്ക് സ്വാഗതം. ഭയങ്കര വെളിപ്പുറത്തുള്ള ദൈവങ്ങളാണ്. അപ്പം ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പാലക്കാട് നിന്നൊക്കെ ഇവിടെ ആളെത്തിയിട്ട് അവരോടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം നടന്ന സംഭവമാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമവും വിശ്വാസവും വന്നു. അത്രയും കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കൂടിക്കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. 25 ലിറ്റർ ബക്കറ്റും 3 കെട്ടി സോപ്പും. നാല് ബോർഡ് കൂടി ബാക്കിയുണ്ട്. 4 ബോർഡ് കൂടി. നാല് ബോർഡ് കൂടി ബാക്കിയുണ്ട്. 4 ബോർഡ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ബോർഡ് വരയിൽ. ബോർഡ് വരിക എന്ന് പറയുമ്പോൾ ഒരു ബോർഡ് തരും, അതിൽ കുറേ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇവർ അനൗൺസ് ചെയ്യുന്ന നമ്പർ ഒരേ ലൈനിൽ 4 നമ്പർ വന്നാൽ അതിന് പ്രൈസാണ്. ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഈ ബോർഡ് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ്. മാത്രമല്ല നല്ല പ്രൈസസ് ഉണ്ട്. ബക്കറ്റ് ബോർഡിന്റെ വില 20 രൂപ. 20 രൂപയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് 25 ലിറ്ററിന്റെ ബക്കറ്റും 3 കെട്ടി സോപ്പും. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ബോർഡ് വരയിൽ. എന്തായാലും ബോർഡിന്റെ വില വെറും 20 രൂപ മാത്രം. ഹലോ പ്രശാന്ത്. ഇവിടുത്തെ ഈ ദേശക്കാരനാണ്. പെരുമ്പുഴ ഈ ക്ഷേത്രത്തിന്റെ പേര് പെരുമ്പഴശ്ശി ദേവസ്ഥാനം എന്ന് പറയും. ഈ സ്ഥലത്തിന് പറയുന്ന പേര് പെരുമ്പഴശ്ശി എന്നാണ്. ഈ ദേവന്റെ പേരാണ് ഈ സ്ഥലത്തിനും ഉള്ളത്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെരുമ്പുഴ അച്ഛൻ ദൈവം എല്ലാ സ്ഥലത്തും ഇല്ല, പക്ഷേ കുറെ ഇല്ല സ്ഥലത്തുനിന്ന് ഏറ്റവും കൂടുതൽ വലിപ്പുള്ള തറ. നിങ്ങൾക്ക് ആ തറ ശ്രദ്ധിച്ചാൽ തിരിയും. ഇത്ര വലിയ തറ എവിടെയും പെരുമ്പുഴ അച്ഛൻ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും പ്രാധാന്യത്തിലാണ് പെരുമ്പുഴ അച്ഛൻ ഇല്ലത്. പിന്നെ ഇല്ല ഉപദേവതകൾ ഉച്ചിട്ട ഭഗവതിയാണ്. ഉച്ചിട്ട ഭഗവതിൻ്റെ ആരുടെ സ്ഥാനം ഇവിടെ അടിയേരി മഠം. ഇതിനെക്കുറിച്ച് അടുത്ത് തന്നെ അടിയേരി മഠമാണ്. അവിടുത്തെ ഭഗവതിയാണ് ഇവിടുത്തെ ഉപദേവത. പിന്നെ ഗുളികൻ ദൈവം, സാധാരണ ഇല്ല പോലത്തെ ഗുളികൻ ദൈവം. പിന്നെ ഏകദേശം 6 വർഷമായാലും ഇതിപ്പം പുനരുദ്ധാരണം ചെയ്തിട്ട്. അതിന് മുന്നേ നൂറ്റാണ്ടുകളായിട്ട് പൊളിഞ്ഞു കിടക്കുന്നതായിരുന്നു. പിന്നെ നല്ല സ്ഥലങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ സ്ഥലങ്ങൾ കിട്ടി. ഇന്നും സ്ഥലങ്ങളൊക്കെ കിട്ടാനുള്ള പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. ഇങ്ങനെയാണ് ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം. 5 ബോർഡ് കൂടി ബാക്കിയുണ്ട്. 5 ബോർഡ് കൂടി ബാക്കി. എന്തായാലും ഞാൻ മാത്രമല്ല, ഈ കാണുന്ന ഭക്തന്മാർ എല്ലാവരും വീണ്ടും അടുത്ത വർഷം ഇതേപോലെ വരും അല്ലേ. അതുപോലെ പിന്നെ എല്ലാ മലയാള മാസവും എന്തെങ്കിലും പൂജ ഉണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിൽ പിന്നെ ആദ്യത്തെ ഞായറാഴ്ച, എല്ലാ ഇംഗ്ലീഷ് മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ ക്ഷേത്രത്തിൽ നടന്ന് പൂജയുള്ളത്. പിന്നെ അതേപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. അവിടെ കുറച്ച് അപ്പുറം തന്നെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. മേടം 9ഉം 10ഉം ഉണ്ടാവാറ്. ഏപ്രിൽ 24 തീയതികൾ. ചില ഇംഗ്ലീഷ് മാസം ചില വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്നാലും മലയാള മാസത്തിന് പ്രാധാന്യം കൊടുക്കും.
അത് ആ ഡേറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രം ഉണ്ടാവും. ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് മുണ്ടിയാമ്പറമ്പിൽ അമ്പ ഉത്സവം ഉണ്ടാവും. ഇവിടെ കഴിഞ്ഞ് കെട്ടുന്ന ആൾക്കാരാണ് അവിടുത്തെ വൈമുടിയായിട്ട് ഉള്ളത്. അവരെ ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് പോവാം. അതാണ് ക്ഷേത്രം. പിന്നെ എന്തായാലും കുറച്ച് ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചോ? അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഇതൊന്നല്ല, ഇതിൽ കൂടുതലുണ്ട്. എനിക്ക് അറിവ് പരിമിതിയില്ലും. ഇനി നിങ്ങളിത് മുൻകൂട്ടി വരുവാണെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞുതരാൻ പറ്റുമായിരുന്നു. അതെ, അല്ല ഇതിപ്പം പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ഞാനിവിടെ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് ഞാനിവിടെ വന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ക്യാമറയിൽ എടുത്ത് 25 ലിറ്ററിന്റെ ബക്കറ്റും 3 ക്യൂട്ടി സോപ്പും. കൊണ്ടുവെക്കും. പീടം എടുത്തു കൊടുക്കും. 3 പീടം. പീടം കൊണ്ടുവെക്കും. ആദ്യ നമ്പർ നമ്പർ 11 നമ്പർ 86 നമ്പർ 86 ആരും ബോർഡ് വാങ്ങിക്കില്ല. കാര്യം നടക്കണ്ടേ? ഈ കാര്യത്തിലേക്ക് കടക്ക്. ഓട്ടം ആദ്യം ശക്തമായിട്ട് കണ്ട് അതൊന്ന് പറഞ്ഞു. ഈ അവസ്ഥ കൂടെ വിശേഷിക്കട്ടെ. അത് നിങ്ങൾക്കൊരു വീഴ്ചയായിട്ടും തോന്നണ്ട, ഞങ്ങളെ കുറവായിട്ടും തോന്നണ്ട, ഞങ്ങളെ കൊള്ളൂലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. അങ്ങനെ ഇനിയോ ഇനി എന്താ വേണ്ടത്? ഇനി ഏതാ അടുത്ത അടച്ചു വെച്ചിരിക്കുന്ന വട്ടവേലിക്കകത്ത് അഞ്ഞൂറ് മൃഗം വന്നിട്ട് കൂടെ ശിക്കാരടവരുത്താതെ കണ്ട് കാത്തു സംരക്ഷിച്ചെടുക്കേണ്ട വഴികൾ ദേവാലയങ്ങൾ കണ്ടുവെച്ചാൽ പോരെ നമ്മൾ. അതെ, നമ്മൾ മൂവരും കൂടി അകലപ്പാതി മൃഗത്തെടുത്ത് മായയായി വന്നതിനെയൊക്കെ മഞ്ഞായി നികത്തിക്കൊണ്ട് ഐശ്വര്യമായിരിക്കുന്ന അനുഭവത്തെ കൊണ്ടുവന്നാൽ പോലെ. അതെ, അതിന് വേണ്ട വേണ്ടത് പ്രകാരം നടക്കുന്ന ഭക്തന്മാർ എന്താ വിശേഷിക്കാനുള്ളത്? ഫലങ്ങൾ തന്നെയാണ് നേരത്തെ ഫലങ്ങളൊന്നും വിശേഷിക്കാൻ ഒരു വലിയ സന്തോഷത്തോടെ വരും കാലം കൂടി കാണുന്ന മാർഗങ്ങളൊക്കെ അച്ഛക്കൊരു കാര്യം പറയാൻ. ഇവിടെ നിങ്ങളെ ചോരപ്പരിശോധന കുടുംബിമാരുടെ അല്ലേ സ്ത്രീജനങ്ങളുണ്ടല്ലോ, അവർക്ക് ഇവിടെ ഒരു നാമജപമൊക്കെ നടത്തിക്കൂടെ? കൂടുവോ? വേണോ? 20 രൂപയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് 2.5 കിലോ സോപ്പുപൊടി, 1 കിലോ പുട്ടുപൊടി, 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ. എല്ലാ മാസം സംക്രമത്തിന് ഇവിടെ നട തുറക്കലുണ്ടെന്ന് പറഞ്ഞത്, അതായത് 6 മണി മുതൽ രാവിലെ 8 മണി വരെയാണ്. എല്ലാവരും വന്ന് ഇവിടെ പങ്കെടുക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹം വാങ്ങുക, ഉദ്ദിഷ്ട കാര്യങ്ങളിലും സാധിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രധാനം അല്ലേ? മാഷേ,
ഇവിടെ ഇപ്പം ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറഞ്ഞാൽ തേങ്ങയേറല്ലേ അല്ലേ? ആ തേങ്ങയേറിനെ പറ്റി എല്ലാവർക്കും എല്ലാ ഭക്തർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുമോ? ശിവന്റെ പിന്നെ പ്രതിരൂപമാണ് ഈ പെരുമ്പുഴയച്ചൻ. പെരുമ്പുഴയച്ചൻ പിന്നെ നമ്മളെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം നിവാരണം ചെയ്യാൻ വേണ്ടി വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു കൊണ്ടുവന്ന തേങ്ങ വളരെ സ്പീഡായിട്ട് ഈ പെരുമ്പുഴയച്ചൻ്റെ തിരുസന്നിധിയിൽ വെച്ച് എറിഞ്ഞ് ഉടക്കുന്നതായ ഒരു സുപ്രധാന ചടങ്ങാണ് ഈ തേങ്ങയേറ്. ഈ വീടുകളിൽ നിന്നെന്ന് പറയുമ്പോൾ എല്ലാ ഭക്തന്മാരുടെ വീടുകളിൽ അതെ, ഓരോരുത്തരുടെയും ഒഴിഞ്ഞു കൊണ്ടുവന്ന് അതായത് ഭക്തന്മാരുടെ വീടുകളിൽ നിന്ന് ഓരോ തേങ്ങ ആയിട്ട് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കാൻ പറ്റാത്തവർ കമ്മിറ്റി ഓഫീസിൽ നിന്ന് 20 രൂപ കൊടുത്ത് തേങ്ങ വാങ്ങുകയും 10 രൂപ എക്സ്ട്രാ റെസീറ്റ് എടുത്തിട്ട് ഇവിടെ തേങ്ങ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാവരുടെയും ദുരിതം മാറാനും അങ്ങനെയൊക്കെ അതെ അതെ, നാട്ടിലെ നന്മക്കും ദുരിത നിവാരണത്തിനും വേണ്ടിയിട്ടാണ് ഈ തേങ്ങയേറായിട്ട് നടത്തുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളെ സ്വന്തം ശരീരത്തിന്റെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ തലയൊഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവെക്കും. ശരീരം മാത്രമല്ല മനസ്സിന്റെയും മനസ്സുഖവും മനസ്സുഖമാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും സുഖം മനസ്സുഖം. അപ്പൊ മനസ്സുഖം മാറാനും മനസ്സുഖം കിട്ടാനും അതുപോലെ വീട് ഒഴിയുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറാനും വ്യക്തികളുടെ ദോഷങ്ങൾ മാറാനും ഗൃഹത്തിന്റെ ദോഷങ്ങൾ മാറാനും ഒക്കെ ഒഴിഞ്ഞു കൊണ്ടുവരികയാണ് ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ടൈമായി അത് കാണാം. അതെ അതെ, 4 മണിയോട് കൂടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സമയം. അത് അപ്പോഴേക്കും ഈ കണിയാമ്പള്ളിയൊക്കെ കഴിയും, പിന്നെ ഉച്ചിട്ട ഭഗവതിയുടെ ഇതെല്ലാം തീരും. അത് കഴിഞ്ഞാൽ പിന്നെ പെരുമ്പുഴയച്ചൻ്റെ തേങ്ങയേറിന്റെ ചടങ്ങായി. തേങ്ങ എറിഞ്ഞിട്ട് അത് വാസ്തവത്തിൽ ഇതിന്റെ അവകാശി ഈ പെരുമ്പുഴയച്ചനാണ്. തേങ്ങയുടെ മുഴുവൻ അവകാശി അദ്ദേഹമാണ് തികച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ സഹായികളായിട്ട് വരുന്നവർക്കും കുറച്ച് ക്ഷേത്രത്തിനുമെല്ലാം ഈ തേങ്ങ പങ്കുവെച്ച് കൊടുക്കും. പക്ഷെ അതിന്റെ അവകാശം മുഴുവൻ ഈ പെരുമ്പുഴയച്ചനുള്ളതാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ഭക്തരുടെ എല്ലാ ദോഷങ്ങളും എന്ന് പറയുമ്പോൾ അത് ഇവിടെ തീർത്തിട്ട് തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുക, ഒട്ടിച്ചോടുകൂടി അത് ആ ദോഷങ്ങൾ പൊട്ടിപ്പോയി എന്നുള്ളതാണ് വിശ്വാസം. ആ ദോഷത്തിന്റെ അംശം പെരുമ്പുഴയച്ചൻ കൊണ്ടുപോകും. ഇതാണ് ഏറ്റവും വലിയ സംഭവം. തേങ്ങയേറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ചടങ്ങ് അല്ലേ? അതെ, അത് നമ്മൾ കാണാൻ പോവുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യൂ, നമുക്കത് കാണാൻ വെയിറ്റ് ചെയ്യാം. നമ്പർ 86 86 86 നമ്പർ 97 97 97 നമ്പർ 98 98 98 ഇത് അരോചകാക്കല്ല. ഒന്ന് ഞാനിതിന്റെ അണിഞ്ഞ് പിരിഞ്ഞോട്ടു. നമ്പർ 46 എന്നോട് പലതരമായിരിക്കുന്ന കാര്യങ്ങൾ വിശേഷ ആൾക്കാരുണ്ട്. അല്ല, വിശേഷിച്ച ആൾക്കാരുണ്ട്. അത് ഞാൻ അണിയെന്ന് പിരിയുമ്പോൾ തണ്ണൊരാർച്ചന ചെയ്തിട്ട് പ്രാർത്ഥിക്കട്ടെ. തരാൻ പറ എല്ലാവരോടും. കിടക്കരെ തന്നോട്ടെ എല്ലാവരും തരാൻ പറ. അനുഗ്രഹിക്കാനാണ്, അരി അറിയാനാണ് കേട്ടോ. കോമര കൊടുത്തോ കൂടെ. വാരി കൊടുത്തേ, കോമരം വാരി കൊടുക്കോ. അനുഭവം മര്യാദവും ബ്രാഹ്മണ ആചാര ശൂദ്രോജാതം എന്നാൽ രാജ്യത്തിൽ
പേരാറ്റുകാരന്റെ തീർത്ഥങ്ങളിൽ കൂടിയിരിക്കും ഒരു നിരവധി അകത്ത് പേരാറ്റുകര നാവാക്ഷൻ ചെയ്തു പോകുന്ന പ്രകാരം പുതുപ്പണ വഴക്കം കൽപ്പിച്ചല്ലോ. ആയതുകൊണ്ട് ഈ മനസ്സിലാകും നീരാജ് പുറപ്പെടും വലിയ പഴക്കപ്പെട്ടുപോയി. ചൈതന്യം ഒക്കെയും സർവാത്തലത്ത് നിക്ഷിപ്പതാണ്. അത് മറ്റൊന്നായിട്ട് കാണണ്ട. അവരെവിടെ പോവില്ല, അവിടെയുണ്ട്. ഇഷ്ടപരാശത്തിന് നായെങ്കിൽ പറഞ്ഞു നിൽക്കട്ടെ. അച്ഛൻ്റെ തേങ്ങയേറാണ് ഇതിലെ ഏറ്റവും അതിപ്രധാനമായത്. ഏതാണ്ട് 1000-ഓളം തേങ്ങ 15-20 മിനിറ്റ് കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം ശക്തി തരുന്ന ഒരു ദിവ്യത്വമുള്ള ഒരു ചടങ്ങാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. പെരുമ്പുഴ അച്ഛൻ്റെ തേങ്ങയേറ്. താങ്കളുടെ പേര്? എൻ്റെ പേര് വാസു മാഷാണ്. എഡുരൈ സ്കൂളിലെ അധ്യാപകനാണ്. റിട്ടയർഡ് അധ്യാപകനാണ്. സംസ്കൃത അധ്യാപകനാണ്. ഇവിടെ തന്നെയാണ് അവാർഡ് വാങ്ങിയ അധ്യാപകനാണ്. ഈ വീട്ടിൻ്റെ പുറകിൽ വീട്ടിൽ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ട് ഇവിടെ.
തിരുമുറ്റത്തും പെരുമ്പുലിയച്ചന്റെ തേങ്ങയാണ്. പ്രധാനതരമായ പെരുമ്പുലിയച്ചന്റെ തേങ്ങയാണ് തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് തിരുച്ചിയിൽ വീഴുകയാണ്. 2 ദിവസമായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ പെരുമ്പുലിയച്ചന്റെ തേങ്ങയോടുകൂടി ഈ കളിയാട്ട മഹോത്സവത്തിന്റെ തിരുച്ചിയിൽ വീഴുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും നന്ദി അറിയിക്കട്ടെ.
കൂടിയാട്ടവും അതുപോലെ തേങ്ങയേറും എല്ലാവരും കണ്ടു. എല്ലാവർക്കും നല്ലൊരു മനസ്സിന് തൃപ്തിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈ ആറളം ഈ പറഞ്ഞ ദേവസ്ഥാനത്തേക്ക് വരിക. ബസ് സൗകര്യമുണ്ട്. റോഡ് സൈഡ് തന്നെയാണ്. പെരുമ്പുഴ അച്ഛൻ്റെ ആരൂഢ സ്ഥാനമാണ്. പെരുമ്പുഴ അച്ഛൻ പുഴക്കൂടെ വന്ന് ഇരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ പെരുമ്പുഴ അച്ഛൻ എന്ന് തന്നെ പേര് കിട്ടിയത് പെരുമ്പേശി എന്നുള്ള പേര് കിട്ടാൻ കാരണം പെരുമ്പുഴ അച്ഛനാണ്. അപ്പോൾ പെരുമ്പുഴ അച്ഛൻ വന്ന് ഇരുന്ന തറയാണ് ഇവിടെയുള്ളത്. ആ സ്ഥലമാണിത്. വലിയൊരു അറിവ് പകർന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അതെ, ചോദിക്കാൻ പറ്റിയില്ല, പക്ഷെ അതിനു മുന്നേ താങ്കൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഇനി അടുത്ത ഉത്സവത്തിന് ഇങ്ങോട്ട് വരിക അല്ലേ? അതെ അതെ. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും വരേണ്ടതും കാണേണ്ടതും ഒരു ക്ഷേത്രം തന്നെയാണ്. ഇത് ഒറ്റൊരാൾ ഉണ്ടാക്കി വെച്ചാണ് ഈ ചേച്ചി പറയുന്നത്. അപ്പോൾ അതുമല്ല വലിയൊരു കഴിവാണ്. മാത്രമല്ല ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം ഒന്ന് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങുക. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും. ഇന്ന് ക്യാമറ ചെയ്യുന്നവരാണെന്നറിയോ, പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ആ ഭക്തി അറിഞ്ഞിട്ട് പാലക്കാട് നിന്ന് വന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സതീഷാണ്.